ഹൈദരാബാദിലെ ശംഷാബാദിൽ താമസിച്ചിരുന്ന പ്രിയങ്ക റെഡ്ഡി എന്ന 26 വയസ്സുകാരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു മൃഗ ഡോക്ടർ ആകണമെന്നുള്ളത്. അവളുടെ പഠനമെല്ലാം പൂർത്തിയാക്കി അവളുടെ വീട്ടിൽ നിന്ന് ഏതാണ്ട് 35 കിലോമീറ്റർ ദൂരെയുള്ള കൊല്ലൂർ എന്ന ഗ്രാമത്തിലെ ഒരു ആശുപത്രിയിൽ അവൾ ജോലിക്ക് പ്രവേശിക്കുകയും ചെയ്തു. അവളുടെ ആ ജോലി സ്ഥലത്തേക്ക് പ്രിയങ്കയുടെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരമുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ ദിവസവും തൊണ്ടുപള്ളി എന്ന് പറയുന്ന ഒരു ടോൾ ഗേറ്റിന്റെ അടുത്ത് അവളുടെ വണ്ടി കൊണ്ട് വെച്ച് അവിടെ നിന്ന് ബസ്സിനോ കാറിനോ അവളുടെ ജോലി സ്ഥലത്തേക്ക് പ്രിയങ്ക പോവുകയും ചെയ്യും. അങ്ങനെ 2019 നവംബർ 27 രാവിലെ തന്നെ പ്രിയങ്ക അവളുടെ ജോലി സ്ഥലത്തേക്ക് പോയി. പതിവ് പോലെ ആ ടോൾ ഗേറ്റിന്റെ പരിസരത്ത് ആ വണ്ടി കൊണ്ട് വെച്ചിട്ട് അവളുടെ ജോലി സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു. ഉച്ചയ്ക്ക് 3 മണിയായപ്പോൾ തിരികെ പ്രിയങ്ക ആ ടോൾ ഗേറ്റിന്റെ അടുത്തേക്ക് എത്തിയിട്ട് ആ വണ്ടിയെടുത്ത് തിരിച്ച് വീട്ടിലേക്ക് എത്തി. പക്ഷെ അന്നേ ദിവസം പ്രിയങ്കയ്ക്ക് വല്ലാത്ത കൈവേദന ഉണ്ടായിരുന്നു. അവളൊരു കാര്യം തീരുമാനിക്കുകയാണ്, എന്തായാലും ആ കൈവേദന ഒരു ഡോക്ടറിനെ കൊണ്ട് കാണിച്ചേക്കാം. അങ്ങനെ ഹൈദരാബാദിൽ അവൾക്ക് പരിചയമുള്ള ഒരു ഡോക്ടറിനെ അതുകൊണ്ട് കാണിക്കാനായിട്ട് അവൾ തീരുമാനിക്കുകയാണ്. 5:30 വൈകുന്നേരം 5:30 പ്രിയങ്ക വീട്ടിൽ നിന്നിറങ്ങി. ആ ടോൾ ഗേറ്റിന്റെ പരിസരത്ത് ആ വണ്ടി കൊണ്ട് വെച്ചിട്ട് അവിടെ നിന്ന് കാറിൽ ഹൈദരാബാദിലേക്ക് പോവുകയും ചെയ്തു. തുടർന്ന് 9:15 രാത്രി 9:15 ആയപ്പോൾ പ്രിയങ്ക തിരികെ ആ ടോൾ ഗേറ്റിന്റെ അടുത്തേക്ക് വണ്ടി എടുക്കാൻ വരികയാണ്. പക്ഷെ ആ സമയത്ത് ആ വണ്ടി എടുത്തപ്പോൾ ആ വണ്ടിയുടെ പിൻവശത്തെ ആ ടയറ് പഞ്ചറായിരുന്നു. പ്രിയങ്ക ഉടൻ തന്നെ അവളുടെ സഹോദരിയെ വിളിച്ച് ആ കാര്യങ്ങൾ പറയുകയാണ്. പ്രിയങ്കയുടെ സഹോദരിയുടെ പേര് ഭവ്യ എന്നാണ്. ഭവ്യയെ വിളിച്ച് പ്രിയങ്ക പറഞ്ഞു, എൻ്റെ വണ്ടിയുടെ പിൻവശത്തെ ടയർ പഞ്ചറാണ്, അതുകൊണ്ട് ഒന്നെങ്കിൽ ആ ടയർ ശരിയാക്കിയിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നോളാം, അല്ല എന്നുണ്ടെങ്കിൽ കാറോ ഓട്ടോ പിടിച്ച് ഞാൻ വീട്ടിലേക്ക് എത്തിക്കോളാം. അങ്ങനെ പ്രിയങ്ക അവളുടെ വണ്ടി ഉന്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ 4 ചെറുപ്പക്കാർ പ്രിയങ്കയുടെ അടുത്തേക്ക് എത്തി. എന്നിട്ട് ഒരാൾ പറയുകയാണ്, ആ വണ്ടി ഞങ്ങൾ ശരിയാക്കി തരാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രിയങ്കയുടെ വണ്ടി വാങ്ങിച്ച് അവർ ഉന്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. പ്രിയങ്കയ്ക്ക് വല്ലാത്ത ഭയമായി. അവൾ ഉടൻ തന്നെ അവളുടെ കൂട്ടുകാരെ വിളിച്ച് ആ കാര്യങ്ങൾ പറയുകയും ചെയ്തു. ആ കൂട്ടുകാർ പറഞ്ഞു, നീ ഒന്നെങ്കിൽ ആളുകളുള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ആ സമയത്ത് ആ റോഡിൽ അധികം ആൾക്കാർ ഉണ്ടായിരുന്നില്ല. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ പ്രിയങ്കയുടെ ഫോൺ വളരെ പെട്ടെന്ന് കട്ടായിപ്പോയി. ആ കൂട്ടുകാരെ തിരിച്ചു വിളിച്ചു. പക്ഷേ ആ ഫോൺ അതിനോടൊപ്പം തന്നെ സ്വിച്ച് ഓഫ് ആയിരുന്നു. ആ കൂട്ടുകാർ വളരെ പെട്ടെന്ന് തന്നെ പ്രിയങ്കയുടെ മാതാപിതാക്കളെ വിളിച്ച് ആ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തു. വളരെ പെട്ടെന്ന് പ്രിയങ്കയുടെ മാതാപിതാക്കൾ ആ ടോൾ ഗേറ്റിന്റെ അടുത്തേക്ക് എത്തി. പക്ഷെ ആ സമയത്ത് പ്രിയങ്കയോ അവളുടെ വണ്ടിയോ ആ പരിസരത്ത് ഉണ്ടായിരുന്നില്ല. വീട്ടുകാർക്ക് ഒരു കാര്യം ഉറപ്പായി, പ്രിയങ്കയ്ക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു. ആ വീട്ടുകാർ പ്രിയങ്കയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് തിരച്ചിൽ നടത്തി. അങ്ങനെ നോക്കിയപ്പോൾ ആ ടോൾ ഗേറ്റിൽ നിന്ന് ഏതാണ്ട് 10 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് നിന്ന് അവളുടെ 2 വീലർ കണ്ടെത്തി. പക്ഷെ ആ 2 വീലറിന്റെ നമ്പർ പ്ലേറ്റ് ആരോ അഴിച്ചു മാറ്റിയിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ആ പരിസരത്തുള്ള ഒരു സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് ആ വീട്ടുകാർ ഒരു പരാതി കൊടുക്കുകയും ചെയ്തു. പക്ഷെ ആ ഉദ്യോഗസ്ഥർ അതൊരു കേസാക്കിയില്ല. അവർ പറഞ്ഞത്, ഈ സംഭവം നടന്നിരിക്കുന്നത് ആ ടോൾ ഗേറ്റിന്റെ അടുത്താണ്, അത് ഞങ്ങളുടെ സ്റ്റേഷൻ പരിധിയിൽ വരുന്ന സ്ഥലമല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കേസിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുമില്ല. ആ മാതാപിതാക്കൾ കരഞ്ഞു പറഞ്ഞപ്പോൾ ആ പരാതി അവർ വാങ്ങിച്ചു വെച്ചു. പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം പോലും ആ പോലീസുകാർ അന്വേഷിച്ചിരുന്നില്ല. പ്രിയങ്കയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ വീട്ടുകാർ ഒരുപാട് തിരച്ചിൽ നടത്തി. പക്ഷെ ഒരു ഫലവും അന്ന് രാത്രി ഉണ്ടായില്ല. പിറ്റേന്ന്, അതായത് നവംബർ 28 രാവിലെ തന്നെ ചതൻപള്ളി എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. ഒരു പാൽക്കാരാണ് ആ സ്റ്റേഷനിലേക്ക് ഒരു കാര്യം വിളിച്ച് പറഞ്ഞിരുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമായിരുന്നു. ആ ചതൻപള്ളിയിലെ ഒരു പാലത്തിന് താഴെയായിട്ട് ഒരു പെൺകുട്ടി അവിടെ മരിച്ചു കിടക്കുന്നു. ഉടൻ തന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥർ ആ സംഭവ സ്ഥലത്തേക്ക് എത്തുകയും ആ മൃതശരീരം പരിശോധിക്കുകയും ചെയ്തു. അതൊരു പെൺകുട്ടിയുടെ ശരീരമാണ്. വളരെ ക്രൂരമായിട്ടുള്ള കൊലപാതകമാണെന്ന് ആദ്യ കാഴ്ച തന്നെ അവർക്ക് വ്യക്തമാകുകയും ചെയ്തു. കത്തിക്കരിഞ്ഞ അവസ്ഥയിലാണ് ആ പെൺകുട്ടിയുടെ ശരീരം അവിടെ കാണപ്പെട്ടത്. പോലീസ് ഉദ്യോഗസ്ഥർ ഏറ്റവും ആദ്യം ചെയ്ത കാര്യം പരിസരത്തുള്ള മറ്റ് സ്റ്റേഷനിലേക്ക് ഈ കാര്യം വിളിച്ചു പറഞ്ഞു. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ അവർ അന്വേഷിക്കുകയും ചെയ്തു. ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും പെൺകുട്ടിയെ കാണുമാണെന്ന് കാണിച്ചുകൊണ്ട് ഒരു പരാതി ഏതെങ്കിലും സ്റ്റേഷനിൽ ലഭ്യമായിട്ടുണ്ടോ? അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ആ ഉദ്യോഗസ്ഥർക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്. ഒരു സ്റ്റേഷനിൽ ഒരു പരാതി ലഭിച്ചിരുന്നു. പ്രിയങ്ക എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കാണുമാണെന്ന് കാണിച്ചുകൊണ്ട് നവംബർ 27 രാത്രിയാണ് ആ മാതാപിതാക്കൾ ആ പരാതി നൽകിയിരുന്നത്. പക്ഷെ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ പോലീസ് ഉദ്യോഗസ്ഥർ കേസൊന്നും തന്നെ ചാർജ് ചെയ്തില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഒരു അന്വേഷണവും അവർ നടത്തിയതുമില്ല. ആ പരാതിയിൽ ആ പെൺകുട്ടിയുടെ പിതാവിൻ്റെ നമ്പർ ഉണ്ടായിരുന്നു. ആ പിതാവിൻ്റെ നമ്പർ എടുത്ത് ആ പിതാവിനെ കോൺടാക്ട് ചെയ്ത് ഈ കാര്യങ്ങൾ അവർ അറിയിക്കുകയും ചെയ്തു. ആ പിതാവിനോട് പറഞ്ഞു, ആ പാലത്തിന്റെ പരിസരത്തേക്ക് എത്തിയിട്ട് ആ പെൺകുട്ടിയുടെ ശരീരം ഒന്ന് നോക്കുക, ഒരു പക്ഷേ അത് നിങ്ങളുടെ മകൾ ആയിരിക്കാം. ഒരു സംശയം മാത്രമാണ് ആ പോലീസ് ഉദ്യോഗസ്ഥർ ആ പിതാവിനോട് പറഞ്ഞത്. പക്ഷെ ആ മാതാപിതാക്കൾക്ക് ആ സ്ഥലത്തേക്ക് എത്തി ആ കത്തിക്കരിഞ്ഞ ശരീരം സ്വന്തം മകളുടേതാണെന്ന് പരിശോധിക്കാനായിട്ടുള്ള മാനസിക ബലം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പ്രിയങ്കയുടെ സഹോദരിയാണ് അവിടേക്ക് അയച്ചത്. അങ്ങനെ ആ പെൺകുട്ടി ആ സംഭവ സ്ഥലത്തേക്ക് എത്തി
ആ കത്തിക്കരഞ്ഞ ശരീരം പരിശോധിക്കുകയാണ്. അങ്ങനെ സങ്കടത്തോടെ വിങ്ങലോടെ ആ പെൺകുട്ടി മനസ്സിലാക്കി സ്വന്തം ചേച്ചിയുടെ ശരീരമാണ് അവിടെ കത്തിക്കരിഞ്ഞ് കിടക്കുന്നത്. ആ വസ്ത്രങ്ങൾ നോക്കിയും ചില അടയാളങ്ങൾ നോക്കിയും അവൾ ഉറപ്പിച്ചു പറഞ്ഞു തൻ്റെ ചേച്ചിയായിട്ടുള്ള പ്രിയങ്ക തന്നെയാണ് അവിടെ മരിച്ചു കിടക്കുന്നത്. പോലീസും ഉറപ്പായി മരണപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് പ്രിയങ്ക തന്നെയാണ്. വളരെ പെട്ടെന്ന് അവളുടെ ശരീരം പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് സത്യങ്ങൾ ഉണ്ടായിരുന്നു. ഏതാണ്ട് 70%, അതായത് പ്രിയങ്കയുടെ ശരീരത്തിൻ്റെ 70% അവിടെ കത്തിക്കരിഞ്ഞിരുന്നു. അതുകൂടാതെ അവളുടെ തലയുടെ പിൻഭാഗത്തായിട്ട് വളരെ ആഴത്തിലുള്ള ഒരു മുറിവ് ഉണ്ട്. ഡീസൽ ഒഴിച്ചാണ് ആ പെൺകുട്ടിയെ കത്തിച്ചിരിക്കുന്നത്. എല്ലാത്തിനും ഉപരിയായിട്ട് വളരെ ക്രൂരമായിട്ടുള്ള കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയിട്ടുമുണ്ട്. അതായത് അവളുടെ സ്വകാര്യ ഭാഗം പോലും അവിടെ ഒരുപാട് മുറിവുകൾ ഉണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് ധാരാളം മുറിവുകൾ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ എത്ര ക്രൂരമായിട്ടായിരിക്കും ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ ഹൈദരാബാദിൽ മാത്രമല്ല ഇന്ത്യയെ ഒട്ടാകെ ഈ ഒരു സംഭവം വലിയ ചർച്ചാ വിഷയമായിട്ട് മാറി. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് അന്വേഷണം ഒരു സ്പെഷ്യൽ സ്ക്വാഡിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ഒരുപക്ഷെ ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ നമ്മളിൽ ഭൂരിപക്ഷം ആൾക്കാർക്കും അറിയാൻ സാധിക്കും. ADGP VC സഞ്ജനാർ. 2008 തെലങ്കാനയിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. 3 യുവാക്കൾ ചേർന്ന് ഒരു പെൺകുട്ടിയെ ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്തി. ആ കേസിന്റെ അന്വേഷണവും സഞ്ജനാർക്കായിരുന്നു. ആ 3 പേരെയും വളരെ വേഗത്തിൽ അദ്ദേഹം പിടികൂടി. എന്നിട്ട് ആ 3 പേരെയും ആ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്ന സമയത്ത് അദ്ദേഹം കൊന്നുകളഞ്ഞു. അദ്ദേഹം പറഞ്ഞിരുന്നത് ആ 3 ചെറുപ്പക്കാർ ഓടി രക്ഷപ്പെടാൻ നോക്കി, മറ്റ് നിർവാഹമില്ലാത്തത് കൊണ്ട് വെടിവെച്ച് കൊന്നുകളയേണ്ടി വന്നു എന്നാണ്. ഈ പ്രിയങ്കയുടെ കേസും ADGP VC സഞ്ജാർ ഏറ്റെടുത്തപ്പോൾ എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ടായിരുന്നു. ഈ കേസിന്റെ യഥാർത്ഥ പ്രതികളെ അദ്ദേഹം പിടികൂടുമെന്ന് മാത്രമല്ല ഒരുപക്ഷെ അവരെ എല്ലാവരും തന്നെ അദ്ദേഹം കൊലപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ ഈ പ്രിയങ്കയുടെ മാതാപിതാക്കളിൽ നിന്നും ആ കൂട്ടുകാരിൽ നിന്നും സഹോദരിൽ നിന്നും അദ്ദേഹം അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. എല്ലാവരും ഒരേപോലെ പറഞ്ഞത് നവംബർ 27 രാത്രി സമയത്ത് പ്രിയങ്കയുടെ വണ്ടിയും വാങ്ങിച്ചുകൊണ്ട് 4 ആൾക്കാർ അവളെ ശല്യപ്പെടുത്തിയിരുന്നു അല്ലെങ്കിൽ അവളുടെ കൂടെ കൂടിയിരുന്നു എന്നാണ്. അതുകൊണ്ട് നവംബർ 27 ആ ടോൾ ഗേറ്റിന്റെ പരിസരത്തുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയാണ്. നവംബർ 27 ഉച്ചകഴിഞ്ഞ് 3 മണിക്കാണ് പ്രിയങ്ക അവളുടെ വണ്ടി എടുക്കാനായിട്ട് ആ ടോൾ ഗേറ്റിന്റെ അടുത്തേക്ക് എത്തുന്നത്. ആ സമയത്ത് അവളുടെ വണ്ടിയോട് ചേർന്ന് ഒരു ലോറി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലോറിയിലുണ്ടായിരുന്ന ഏതൊരു ചെറുപ്പക്കാരൻ ആ സമയത്ത് പ്രിയങ്കയോട് എന്തോ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് വൈകുന്നേരം 6 മണിക്കാണ് പ്രിയങ്ക അവളുടെ വണ്ടി ആ ടോൾ ഗേറ്റിന്റെ പരിസരത്ത് പാർക്ക് ചെയ്യുകയും എങ്ങോട്ടോ പോവുകയും ചെയ്യുന്നത്. പിന്നീട് 9:15 പ്രിയങ്ക പരിസരത്തേക്ക് തിരികെ എത്തുന്നത്. ആ സമയത്തിനിടയിൽ ആ ലോറിയിലുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ പ്രിയങ്കയുടെ വണ്ടിയുടെ പിൻവശത്തെ ആ ടയറിന്റെ കാറ്റ് ഊരി വിടുന്നുണ്ട്. അത് ആ CCTV ദൃശ്യങ്ങളാകുന്ന പോലീസിന് വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും ചെയ്തു. പോലീസിന് ഒരു കാര്യം ഉറപ്പായി, ആ ലോറിയിലുണ്ടായിരുന്ന ചെറുപ്പക്കാർ തന്നെയാണ് പിന്നീട് പ്രിയങ്കയെ ശല്യപ്പെടുത്തുകയും ചെയ്തത്. പരിസരത്തുള്ള മറ്റ് CCTV ദൃശ്യങ്ങൾ കൂടെ പോലീസ് ഇവിടെ പരിശോധിച്ചു. അതിൽ നിന്ന് ആ 4 ചെറുപ്പക്കാരുടെ മുഖം കൃത്യമായിട്ട് പോലീസിന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു. ആ ലോറിയുടെ നമ്പർ എടുത്ത് ആ 4 ചെറുപ്പക്കാരുടെ ഡീറ്റെയിൽസ് പോലീസ് അവിടെ കളക്ട് ചെയ്യുകയും ചെയ്തു. അവരുടെ പേരെന്ന് പറയുന്നത് 26 വയസ്സ് മാത്രം പ്രായമുള്ള മുഹമ്മദ് ആരിഫ്, 20 വയസ്സ് മാത്രം പ്രായമുള്ള നവീൻ, ശിവ, ചെന്നക്കേശവലു എന്നിങ്ങനെയാണ്. അതായത് ആ 4 പേരും ലോറിയുടെ ഡ്രൈവേഴ്സും ക്ലീനേഴ്സുമായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ അവരെ 4 പേരെയും അറസ്റ്റ് ചെയ്തു. കാരണം കൂട്ടത്തിലെ ഒരാളുടെ ഫോൺ അവിടെ സ്വിച്ച് ഓൺ ആയിരുന്നു. അങ്ങനെ 7 ദിവസം കസ്റ്റഡിയിലെടുത്ത് അവരെ ചോദ്യം ചെയ്തു. അവർ കുറ്റസമ്മതം നടത്തി. അവർ തന്നെയാണ് ആ കൊലപാതകം ചെയ്തിരിക്കുന്നത്. ഇനി അറിയേണ്ടത് എങ്ങനെയാണ് അവർ ആ കൊലപാതകം ചെയ്തത് എന്നാണ്. അതിനുള്ള മറുപടി അവർ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. നവംബർ 27 അവർക്ക് വലിയൊരു ലോഡ് കൊടുക്കാനുണ്ടായിരുന്നു. ആ ലോഡ് കൊടുക്കേണ്ട അല്ലെങ്കിൽ ആ ലോഡ് വാങ്ങേണ്ട വ്യക്തി ഫോൺ എടുത്തില്ല. അതിനെ തുടർന്ന് ആ ടോൾ ഗേറ്റിന്റെ പരിസരത്ത് അവർ വിശ്രമിക്കുകയായിരുന്നു. ഉച്ച കഴിഞ്ഞ് ഒരു ബിവറേജിൽ പോയിട്ട് മദ്യം വാങ്ങിച്ചു വന്ന ഒരുപാട് മദ്യപിക്കുകയും ചെയ്തു. അങ്ങനെയാണ് 3 മണി സമയത്ത് പ്രിയങ്ക അവിടെ വണ്ടി എടുക്കാൻ വരുമ്പോൾ അവർ ആ പ്രിയങ്കയെ കാണുകയും അവളോട് പോയിട്ട് എന്തൊക്കെയോ സംസാരിക്കുകയും ചെയ്തത്. പിന്നീട് 6 മണിയായപ്പോൾ അവർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പ്രിയങ്ക പരിസരത്ത് വണ്ടി കൊണ്ട് വെച്ചപ്പോൾ അവർക്ക് ഒരു കാര്യം ഉറപ്പായി, ആ വണ്ടി എടുക്കാനായിട്ട് രാത്രി സമയത്ത് പ്രിയങ്ക എന്തായാലും ആ സ്ഥലത്തേക്ക് വരും. അങ്ങനെ അവർ ഒരു കാര്യം മനസ്സിൽ പ്ലാൻ ചെയ്യുകയാണ്, പ്രിയങ്ക വണ്ടി എടുക്കാനായിട്ട് അവിടെ എത്തുമ്പോൾ പ്രിയങ്കയെ ഉപദ്രവിക്കണം അല്ലെങ്കിൽ അവളെ തട്ടിക്കൊണ്ടു പോകണം. അങ്ങനെ അതിനിടയിൽ പ്രിയങ്കയുടെ വണ്ടിയുടെ കാറ്റുരി വിടുകയും അവരവിടെ വെയിറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ 9:15 ആയപ്പോൾ ആ സ്ഥലത്തേക്ക് പ്രിയങ്ക എത്തുകയാണ്. പ്രിയങ്ക വണ്ടിയുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ 4 പേരും ചേർന്ന് അവളുടെ പിന്നാലെ കൂടുകയും ആ വണ്ടി വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിയുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. അതിനിടെയാണ് പ്രിയങ്ക അവളുടെ കൂട്ടുകാരിക്ക് ഫോൺ ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് തന്നെ കൂട്ടിലുണ്ടായിരുന്ന മുഹമ്മദ് ആരിഫ് ആ ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങുകയും ആ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുകയും ചെയ്തു. വളരെ പെട്ടെന്ന് പ്രിയങ്കയുടെ വാ കുത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് അവളെ കൊണ്ടുപോവുകയും ചെയ്തു. രാത്രി സമയമായതുകൊണ്ട് വഴിയിൽ അധികം ആൾക്കാർ ഉണ്ടായിരുന്നില്ല.
അവരുടെ കയ്യിൽ ഒരു മദ്യക്കുപ്പി ഉണ്ടായിരുന്നു. ആ മദ്യക്കുപ്പിയിലെ മദ്യം മുഴുവൻ പ്രിയങ്കയുടെ വായിലേക്ക് അവർ കുത്തിയൊഴിച്ചു. പ്രിയങ്കയുടെ ബോധം പോയി. ആ ബോധം പോയ സമയത്ത് പ്രിയങ്കയും കൊണ്ട് ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് മാറുകയും 4 പേരും ചേർന്ന് വളരെ ക്രൂരമായിട്ട് മാറി മാറി ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തു. ആ ലൈംഗിക പീഡനം എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ ഇനി പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പ്രിയങ്കയെ ക്രൂരമായിട്ടുള്ള ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ ശേഷം അവളെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ തീരുമാനിക്കുകയാണ്. ഏറ്റവും ആദ്യം ഒരു കല്ലുകൊണ്ട് അവളുടെ തലയ്ക്ക് പിന്നിൽ അടിക്കുകയാണ്. അതിനുശേഷം കഴുത്ത് ഞെരിച്ച് അവളെ കൊലപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് ആ ലോറിയിലുണ്ടായിരുന്ന ഒരു തറപ്പാളയിൽ പ്രിയങ്കയുടെ ശരീരം പൊതിഞ്ഞ ആ ലോറിയിൽ കൊണ്ടുവച്ചിട്ട് ഒറ്റപ്പെട്ട ആ ഒരു പാലത്തിന് താഴത്ത് കൊണ്ടുപോയിട്ട് ആ ശരീരം ഉപേക്ഷിക്കുകയും ഡീസൽ ഒഴിച്ച് അവളുടെ ശരീരം കത്തിക്കുകയും ചെയ്തു. എന്നിട്ട് 4 പേരും ചേർന്നുകൊണ്ട് ആ ലോഡ് കൊടുക്കാനുള്ള സ്ഥലത്തേക്ക് പോയിട്ട് ആ ലോഡ് കൊടുക്കുകയും അവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തു. അങ്ങനെ വ്യക്തമായിട്ടുള്ള തെളിവിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ 4 പേരെയും അറസ്റ്റ് ചെയ്തു. പക്ഷേ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് 4 പേർക്കും കോടതി ഒരു ശിക്ഷയും വിധിച്ചില്ല. ഈ കേസിന്റെ ഒരു വിചാരണയും അവിടെ മുന്നോട്ട് പോയതുമില്ല. കാരണം ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്ന സമയത്ത് 4 പേരെയും കൊന്നുകളഞ്ഞു. ആ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ADGP PC സഞ്ജാർ പറഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമായിരുന്നു. ആ കേസിന്റെ തെളിവെടുപ്പ് നടക്കുന്ന സമയത്ത് 4 പേരും ഓടി രക്ഷപ്പെടാൻ നോക്കി. മറ്റു നിർവാഹം ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് 4 പേരെയും വെടിവെച്ച് കൊല്ലേണ്ടി വന്നു. ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും. കാരണം ഒരു പെൺകുട്ടിയെ അതിക്രൂരമായിട്ടുള്ള ലൈംഗിക പീഡനത്തിനിരയാക്കി കൊലപ്പെടുത്തിയ ആ 4 പേർക്ക് എന്തായാലും കിട്ടേണ്ട ശിക്ഷ തന്നെയാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദിസ് ഈസ് മീ സിജോ ജോൺ. സി യു.